Welcome to the presentation on role of computer in statistical analysis of data. Mainly the softwares like SPSS, Stata and R. Computer is certainly one of the most versatile and indigenous developments of the modern technological age. നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫേസ് ഓഫ് റിസർച്ച് പ്രോസസ്സ് മുതൽ തന്നെ വേണ്ടുന്ന ഒരു ഘടകമായി വന്നിരിക്കുകയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. റിസർച്ചിൻ്റെ ഫസ്റ്റ് ഫേസ് മുതൽ തന്നെ വേണ്ടുന്ന ഒന്നായിട്ട് മെയിനായിട്ട് റിസർച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഡേറ്റ അനാലിസിസിൻ്റെ സമയത്താണ് കമ്പ്യൂട്ടർ മെയിനായിട്ട് റിസർച്ചർ ആശ്രയിക്കുന്നത്. ഇപ്പോൾ ബിഹേവിയറൽ സയൻസിലായാലും ഫിസിക്കൽ സയൻസിലായാലും ഏതൊരു മേഖലയിലായാലും ഒരു റിസർച്ചർ ഏതൊരു മേഖലയിലുള്ള ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെയധികം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. ദ റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു റിസർച്ചിന് ഒരുപാട് ഫേസസ് ഉണ്ട്. ദർ ആർ 5 മേജർ ഫേസസ്. മേജറായിട്ട് 5 ഫേസുകളാണ് റിസർച്ച് പ്രോസസ്സിനുള്ളത്. ദേ ആർ കൺസെപ്ഷണൽ ഫേസ്, design and planning phase, data collection phase, data analysis phase and research publication phase. The role of computer in all these phases are inevitable in today's technological era. ഈ എല്ലാ ഫേസുകളിലും കമ്പ്യൂട്ടറിൻ്റെ ആവശ്യകതയെന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ മെയിനായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ഡേറ്റയിൽ കമ്പ്യൂട്ടറിൻ്റെ റോളാണ് നോക്കുന്നത്. The data analysis phase consists of statistical analysis of data, hypothesis testing, generalization and interpretation. ഒരു അനാലിസിസ് ഫേസിൽ വരുമ്പോൾ എന്തൊക്കെ കാണും? അനാലിസിസ് ഫേസിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് കിട്ടിയ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യും, ഹൈപ്പോത്തസിസിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യും, ജനറലൈസേഷൻ നമ്മുടെ ഡേറ്റയ്ക്ക് ഒരു ജനറലൈസേഷനും ഇൻ്റർപ്രിട്ടേഷനും എല്ലാം ഉണ്ടാക്കുന്ന ഒരു ഫേസാണ് അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. മെനി സോഫ്റ്റ്വെയർസ് ആർ നൗ അവൈലബിൾ ടു പെർഫോം ദ മാത്തമാറ്റിക്കൽ പാർട്ട് ഓഫ് ദ റിസർച്ച് പ്രോസസ്, ദാറ്റ് ഈസ് ദ കാൽക്കുലേഷൻസ് യൂസിങ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്കതിന് സഹായിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ഡേറ്റയിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ്, ഡേറ്റയെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാൻ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആർ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ സാമ്പിൾ സൈസ് ഓഫ് എ പ്രപ്പോസ് സ്റ്റഡി. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് എന്തിനെല്ലാം സഹായിക്കുന്നു? ഒരു സ്റ്റഡിയുടെ സാമ്പിൾ സൈസ് എത്രയാണെന്ന് പ്രപ്പോസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഒരു സ്റ്റഡിയുടെ പവർ കണ്ടുപിടിക്കാൻ, കാൽക്കുലേറ്റിംഗ് ദി പവർ, ഇതിനെല്ലാം കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ദ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു മോണിറ്റർ ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ഡേറ്റ ആസ് ദേ ആർ കളക്റ്റഡ്. കമ്പ്യൂട്ടേഴ്സ് എന്തിന് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ കിട്ടിയ ഡേറ്റ വെച്ച് നമ്മൾ ചെയ്ത ഈ സ്റ്റഡി എത്രത്തോളം ആക്യുറേറ്റ് ആണ്, എത്രത്തോളം കംപ്ലീറ്റ് ആണ് നമ്മുടെ ഡേറ്റ എന്നതിന് സഹായിക്കുന്നുണ്ട്, കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ വഴി നമുക്ക് നമ്മുടെ ഡേറ്റയെ എങ്ങനെയൊക്കെ ഏതൊക്കെ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യാം? ചാർട്ട് ഫോമിലും ഗ്രാഫ് ഫോമിലും ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ സ്പീഡ്, ആക്യുറസി, ഓർഗനൈസേഷൻ ആൻഡ് കൺസിസ്റ്റൻസി, ഇവ മൂലമാണ് കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ദെൻ ദ സോഫ്റ്റ്വെയർ ഇൻ ഡേറ്റ അനാലിസിസ്. ഡേറ്റ അനാലിസിസിന് ഒരുപാട് സോഫ്റ്റ്വെയർസ് സഹായിക്കുന്നുണ്ട്. There are a number of data analysis software systems, but it is not always clear which one will work best for our research. ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലും നമ്മുടെ സ്റ്റഡിക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് ബെസ്റ്റ് എന്ന് തീരുമാനിക്കുന്നത് ഒരു tedious ടാസ്ക് തന്നെ ആണ്. അത് എന്തിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? The nature of our research data.
നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്റ്റഡിക്ക് ഒരു സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡേറ്റയെ ചിലപ്പോൾ ആശ്രയിച്ചായിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസിനെ ആശ്രയിച്ചായിരിക്കും. നമുക്കിപ്പോൾ നല്ലതായിട്ട് ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കും. അല്ല നമുക്ക് കുറച്ചൊക്കെ അറിയത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സലിൽ ഒതുക്കാൻ നോക്കുമോ, അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്യുകയോ ചെയ്യും. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ്. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും SPS എന്ന് പറയുന്നത് ഭയങ്കര നല്ല സോഫ്റ്റ്വെയറാണ്, അതിൽ ചെയ്താൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ് ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമുക്കിനി സോഫ്റ്റ്വെയർസ് നോക്കാം. SPSS. The letter SPSS stands for Statistical Packages for Social Sciences. SPSS എന്ന് പറയുന്നത് ഏതിൻ്റെ അബ്രിവേഷനാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ഫോർ സോഷ്യൽ സയൻസസ് എന്നതാണ് SPSSൻ്റെ ഫുൾ ഫോം. നോർമാൻ നീ, ഡെയിൽ ബെനറ്റ് ആൻഡ് C. Hull developed its first version for mainframe computers in 1968. Norman Nee, Bennett and Hull, they developed this SPSS for mainframe computers in 1968. ഇത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു നീയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോജക്റ്റിന് വേണ്ടി അവർ കണ്ടെത്തിയ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഈ SPSS എന്ന് പറയുന്നത്. പിന്നീട് ഈ SPSSനെ IBM ഏറ്റെടുക്കുകയും 2009 SPSS was bought by IBM in 2009 IBM ഏറ്റെടുത്തു SPSSനെ ആൻഡ് ഇസ് നൗ ഇപ്പോൾ അതിനെ അറിയപ്പെടുന്നത് IBM SPSS എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ഓൾസോ ബ്രീഫ്ലി നോൺ ആസ് പ്രെഡിക്റ്റീവ് അനലിറ്റിക് സോഫ്റ്റ്വെയർ. SPSSനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, പ്രെഡിക്റ്റീവ് അനലിറ്റിക് സോഫ്റ്റ്വെയർ എന്നും SPSSനെ അറിയപ്പെടുന്നുണ്ട്. IBM distributes Windows, Mac and Linux versions of SPSS with major updates every 1 to 2 years. ഇപ്പോൾ IBM SPSS വിൻഡോസിനും മാക്കിനും ലിനക്സിനും വേർഷൻസ് SPSS നൽകുന്നുണ്ട്. അതേപോലെ ഓരോ 2 വർഷം കൂടിയിരിക്കുമ്പോഴും SPSSൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. Most of the features in SPSS can be controlled by a point and click interface. ഒരു point and click interface വഴി നമുക്ക് SPSSൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. Some are accessible only by command syntax. ചിലത് കമാൻഡ് സിൻടാക്സ് മൂലം accessible ആണ്. ഇറ്റ്സ് യൂസ്ഡ് ബൈ മാർക്കറ്റ് റിസർച്ചേഴ്സ്. ഇത് മെയിനായിട്ട് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് SPSS സോഫ്റ്റ്വെയർ എന്നുള്ളത് നോക്കാം. ആരൊക്കെയാണ്? മാർക്കറ്റ് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സർവേ കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് എൻറ്റൈറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ മാർക്കറ്റ് ഓർഗനൈസേഷൻസ്. ഇവരെല്ലാം SPSS സോഫ്റ്റ്വെയറിനെ കൂടുതലായിട്ടും ആശ്രയിക്കുന്നവരാണ്. ഇനി ഈ SPSS സോഫ്റ്റ്വെയറിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എന്താണ്? പ്രോസ്: ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി ടു ലേൺ. SPSS എന്ന് പറയുന്നത് വെരി ക്വിക്ക് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ. ഇറ്റ് ക്യാൻ ഹാൻഡിൽ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് യൂസർ ഇൻ്റർഫേസ് ആണ് SPSSന് ഉള്ളത്. ഇതിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ് SPSS. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. It has a limited functionality and it's very similar to Excel. ഇതൊക്കെയാണ് SPSSൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. SPSS എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ഫോർ സോഷ്യൽ സയൻസസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ഫോർ സോഷ്യൽ സയൻസസ് എന്നാണ് SPSS. ഇത് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ഇത് 1968 കണ്ടുപിടിച്ചത്. നീ എന്ന് പറയുന്ന ആടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോജക്റ്റിന് വേണ്ടിയാണ് കണ്ടുപിടിച്ചത്. പിന്നെ ലേറ്റർ ഓൺ 2009 IBM കോർപ്പറേഷൻ ഇത് ഏറ്റെടുത്തു. ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ഇപ്പോൾ SPSS വിൻഡോസിലും മാക്കിലും ലിനക്സിലും ഒക്കെ ഇതിൻ്റെ വേർഷൻസ് അവൈലബിൾ ആണ്. ഓരോ 2 വർഷം കൂടിയിരിക്കുമ്പോഴും ഇതിൻ്റെ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ.
പിന്നെന്താ, ഒരു പോയിൻ്റ് ആൻഡ് ക്ലിക്ക് ഇൻ്റർഫേസിൽ കിട്ടുന്നുണ്ട്, ആക്സസിബിൾ ആണ്. പിന്നെ ഇത് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു. അടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് സ്റ്റാറ്റ. സ്റ്റാറ്റ എന്ന് പറയുന്ന നെയിമിൽ തന്നെ ഉണ്ടല്ലേ, എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡേറ്റ. The name Stata is a syllabic abbreviation of words statistics and data. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡേറ്റ ഇതിൻ്റെ ഒരു അബ്രിവേഷൻ ആണ് എന്ത്, സ്റ്റാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മൾട്ടിപർപ്പസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ്. ഒരു മൾട്ടിപർപ്പസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ആണ് സ്റ്റാറ്റ എന്ന് പറയുന്നത്. എന്തിനു സഹായിക്കുന്നു, ടു ഹെൽപ്പ് us എക്സ്പ്ലോർ, സമ്മറൈസ് ആൻഡ് അനലൈസ് ഡേറ്റ സെറ്റ്സ്. ഇറ്റ്സ് വൈഡ്ലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്. സോഷ്യൽ സയൻസ് റിസർച്ചിലാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ദ സോഫ്റ്റ്വെയർ പാക്കേജ് വാസ് ക്രിയേറ്റഡ് ഇൻ 1985 ബൈ സ്റ്റാറ്റ കോർപ്പറേഷൻ. ഇത് 1985 സ്റ്റാറ്റ കോർപ്പറേഷനാണിത് കൊണ്ടുവന്നത്, ക്രിയേറ്റ് ചെയ്തത്. ഇനി സ്റ്റാറ്റയുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡേറ്റ മാനേജ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് സഹായിക്കുന്നുണ്ട്, ഗ്രാഫിക്സ്, സിമുലേഷൻ, റിഗ്രഷൻ ആൻഡ് കസ്റ്റം പ്രോഗ്രാമിംഗ്. ഇതൊക്കെയാണ് സ്റ്റാറ്റ സോഫ്റ്റ്വെയറിൻ്റെ കേപ്പബിലിറ്റീസ്. ഇറ്റ് ഹാസ് എ ബോത്ത് പോയിൻ്റ് ആൻഡ് ക്ലിക്ക് യൂസർ ഇൻ്റർഫേസ് ആൻഡ് എ കമാൻഡ് ലൈൻ ഫംഗ്ഷൻ വിത്ത് ആൻ ഈസി ടു ലേൺ കമാൻഡ് സിൻടാക്സ്. സ്റ്റാറ്റയ്ക്ക് എന്താണ്, SPSSനെ പോലെ തന്നെ ഒരു പോയിൻ്റ് ആൻഡ് ക്ലിക്ക് യൂസർ ഇൻ്റർഫേസും കമാൻഡ് ലൈൻ ഫംഗ്ഷനും ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ആണ്. കമാൻഡ് ഫങ്ഷൻസൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കമാൻഡ് ഫങ്ഷൻസും കമാൻഡ് സിൻടാക്സും ഒക്കെയാണ് സ്റ്റാറ്റയ്ക്ക് ഉള്ളത്. ഇറ്റ് ഹാസ് എ സിസ്റ്റം ഫോർ വേർഷൻ കൺട്രോൾ ഇൻ പ്ലേസ്. വേർഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് സ്റ്റാറ്റയ്ക്കുള്ളത്. സ്റ്റാറ്റ ഈസ് നോട്ട് ഫ്രീ ടു ഹാവ് ഓൺ അവർ പേഴ്സണൽ കമ്പ്യൂട്ടർ. നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ സ്റ്റാറ്റ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. അൺലൈക്ക് ആൻ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം, ഒരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ പോലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, വേർഷൻസ് ഒന്നും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് പ്രോഗ്രാം അവർ ഓൺ ഫങ്ഷൻസ് ഇൻ ടു സ്റ്റാറ്റ. സ്റ്റാറ്റയുടെ വേർഷൻസ് ഒന്നും നമുക്ക് മോഡിഫൈ ചെയ്യാനോ അതൊന്നും ചേഞ്ച് ചെയ്യാനോ പറ്റത്തില്ല. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ മാത്രമേ സ്റ്റാറ്റയിൽ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ലിമിറ്റഡ് ടു ദ ഫങ്ഷൻസ് ഇറ്റ് ഓൾറെഡി സപ്പോർട്ട്സ്. എന്താ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. Then the pros and cons of Stata. It's user friendly and easy to learn. Stata എന്ന് പറയുന്നത് എപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആണ്, അതേപോലെ തന്നെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ആണ്. അതിൻ്റെ കമാൻഡ് സിൻടാക്സ് ഒക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. വേർഷൻ കൺട്രോൾ ഉണ്ട്. ദെൻ മെനി ഫ്രീ ഓൺലൈൻ റിസോഴ്സസ് ഫോർ ലേണിംഗ്. ഫ്രീ ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് സ്റ്റാറ്റയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി. ദെൻ ഇറ്റ്സ് കോൺസ് ആർ an individual license can cost between $125 and $425 annually. ഒരു ഇൻഡിവിജ്വൽ ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് വളരെയധികം കോസ്റ്റ് കൂടുതലാണ്. ദെൻ ലിമിറ്റഡ് ടു സർട്ടൺ ടൈപ്സ് ഓഫ് ഡേറ്റ. ചില ഡേറ്റകൾക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കാറ്റഗറിക്കൽ ഡേറ്റയും ഒക്കെ കൂടുതലായിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാറ്റ ലിമിറ്റ് ചെയ്തേക്കുന്നത്. വി കനോട്ട് പ്രോഗ്രാം ന്യൂ ഫങ്ഷൻസ് ഇൻ ടു സ്റ്റാറ്റ. നമുക്ക് സ്റ്റാറ്റയിൽ പുതിയൊരു ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് സ്റ്റാറ്റയുടെ പ്രോസ് ആൻഡ് കോൺസ്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ആർ. R, it's also a free and open source software that is compatible with any operating system. ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ടും കോമ്പേറ്റ് ചെയ്ത് നിന്നു പോകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആർ എന്ന് പറയുന്നത്. അതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ആർ ഇസ് പവർഫുൾ ആൻഡ് ഫ്ലെക്സിബിൾ എൻവയോൺമെൻറ്റ് ഫോർ റിസർച്ച് കമ്പ്യൂട്ടിംഗ്. റിസർച്ച് കമ്പ്യൂട്ടിങ്ങിന് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടും അതേപോലെ പവർഫുൾ ആയിട്ടും ഉള്ളൊരു എൻവയോൺമെൻറ്റ് ആർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The R is written by Rose-Taka Robert Gentleman, hence the name R. R എന്ന പേര് എന്തുകൊണ്ടാണ് വന്നത്? Because it is written by Rose-Taka and Robert Gentleman. റോസ്-താക്കയും റോബർട്ട് ജെന്റിൽമാനുമാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യം R ആയതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയറിന് അവർ R എന്ന പേര് ഉൾപ്പെടുത്തി. R provides a wide range of analytical and graphical commands than any other software. R പ്രൊവൈഡ് ചെയ്യുന്നത് അനലിറ്റിക്കലും ഗ്രാഫിക്കൽ കമാൻഡ്സുമാണ് R പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റ് പല സോഫ്റ്റ്വെയറിൽ നിന്ന് മാറ്റി R പ്രൊവൈഡ് ചെയ്യുന്ന അനലിറ്റിക്കൽ ആൻഡ് ഗ്രാഫിക്കൽ കമാൻഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ആറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് ആൻഡ് ക്ലിക്ക് യൂസർ ഇൻ്റർഫേസ് കാണും, കമാൻഡ് ലൈൻ ഉണ്ട്, സേവബിൾ ഫയൽസ് സേവ് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ഡേറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ കേപ്പബിലിറ്റീസ്. ഇതാണ് ആറിൻ്റെ ഫീച്ചേഴ്സ്. ആറിന് സ്റ്റാറ്റെ പോലെ തന്നെ സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണുള്ളത്. എന്താണ്? പോയിൻ്റ് ആൻഡ് ക്ലിക്ക് യൂസർ ഇൻ്റർഫേസ് ആണ്, കമാൻഡ് ലൈൻ ഉണ്ട്, ഫയൽസ് സേവ് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ഡേറ്റ അനാലിസിസ് ആണ്, വിഷ്വലൈസേഷൻ കേപ്പബിലിറ്റി ഉണ്ട്. Users with more technical expertise can program new functions with R to use it for different types of data and projects. എന്താ കൂടുതലായിട്ട് ടെക്നോളജി അറിയാവുന്ന ഒരാൾക്ക് ആറ് സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഫങ്ഷൻസൊക്കെ കണ്ടെത്താനും പുതിയ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ആർ ഇസ് നോട്ട് ഈസി ടു ലേൺ. ആറെന്ന് പറയുന്നത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല, നോട്ട് ഈസി ടു ലേൺ. The programming language it operates on is not intuitive and it is prone to errors. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഓൺ നോട്ട് ഇൻറ്റ്യൂട്ടീവ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നല്ല, ആൻഡ് ഇറ്റ് ഇസ് പ്രോൺ ടു എറേഴ്സ്, ചിലപ്പോൾ എറേഴ്സൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്ന് ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത് ആറെന്ന് പറയുന്നത് എന്താണ്? എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറയുന്നത്. ദെൻ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ആർ. ഇറ്റ്സ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, സ്ട്രോങ് ഓൺലൈൻ യൂസർ കമ്മ്യൂണിറ്റി ഉണ്ട് ആറിന്, പ്രോഗ്രാമബിൾ വിത്ത് മോർ ഫങ്ഷൻസ് ഫോർ ഡേറ്റ അനാലിസിസ്. ദെൻ ഇറ്റ്സ് കോൺസ് ആർ സ്റ്റീപ്പ് ലേണിംഗ് കർവ്, ക്യാൻ ബി സ്ലോ. എന്താണ്? സ്റ്റീപ്പ് ലേണിംഗ് കർവാണ്. ലേണിംഗ് കർവ് സ്റ്റീപ്പാണ്. കാരണം എന്താണ്? അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ ഡിഫിക്കൽട്ടാണ്, ലേൺ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സ്റ്റീപ്പ് ലേണിംഗ് കർവാണ്. ആറിൻ്റെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാം? ചിലപ്പോൾ സ്ലോ ഡൗൺ ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും റിസർച്ചിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, SPSS, സ്റ്റാറ്റ ആൻഡ് ആർ. Then, by concluding my presentation, the use of computer in research is so extensive that it's difficult to conceive today a research project without computer. Many research studies cannot be carried out without use of computer, particularly those involving complex computations, data analysis and modeling. Thank you.